രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ആഞ്ജനേയന്റെ വാലിലെ അഗ്നി ഒരു കുഴപ്പവും ചെയ്തില്ല. എന്താ? അഗ്നി ഭഗവാൻ ആഞ്ജനേയനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പോരാത്തതിന് ദേവിയുടെ അനുഗ്രഹവുമുണ്ട്. പതിനിരതയാകിയ ജാനകീദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ അതുകൊണ്ടും ആഞ്ജനേയന് യാതൊരു ദോഷവും അഗ്നിയാൽ ഉണ്ടായില്ല. ദേവിയുടെ മുന്നിൽ വന്ന് ദേവിയെ നമസ്കരിച്ച് ദേവിയെ പ്രദക്ഷിണം ചെയ്ത് ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വളരെ വേഗത്തിൽ അവിടെ നിന്ന് രാമസമീപത്തേക്ക് പോവാണ്. ഇത് സദയം അവനോട് അരുൾ ചെയ്ത് അയച്ചിടിനാൾ ഇന്ദിരാദേവിയും സീതാദേവി. ആഞ്ജനേയനോട് പറഞ്ഞു, എത്രയും വേഗം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ലങ്കയിലേക്ക് വരുത്തുക എന്നിങ്ങനെ ദേവി പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് വാതാത്മജൻ എന്തു ചെയ്തു? തൊഴുത് അഖില ജനനിയോട് യാത്ര വഴങ്ങിച്ച് തൂർണം മഹാർണവം കണ്ടു ചാടിയിടിനാൻ. ദേവിയോട് അനുവാദം വാങ്ങിക്കൊണ്ട് ആ സമുദ്രത്തിന്റെ മറുകരയിൽ എത്താൻ വേണ്ടിയിട്ട് മുഴുവൻ ശക്തിയും സംഭരിച്ച് ഒരൊറ്റച്ചാട്ടം. ചാടുന്ന അവസരത്ത് 3 ലോകങ്ങളും ഉലഞ്ഞു പോകുമാറ് ഒന്ന് അലറി. അപ്പോ മറുകരയിൽ ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് ലങ്കയിൽ നിന്ന് ചാടുമ്പോഴേക്കും ലങ്കയുടെ തൊട്ട് വടക്കുവശത്തായിട്ട് സമുദ്രം, അതിന് വടക്കുവശത്തായിട്ട് ഭാരതം. അങ്ങനെ അവിടെ ഭാരതഖണ്ഡത്തില് ആ മഹേന്ദ്രഗിരിയുടെ താഴെ സമുദ്രതീരത്ത് ആഞ്ജനേയൻ വരുന്ന പ്രതീക്ഷയുമായിട്ടിരിക്കാണ് വാനരങ്ങള്. അവര് കേട്ടു ആഞ്ജനേയന്റെ അലർച്ച. കരുതുവിൻ, ഇതൊരു നിനതമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നത് പവനസുതൻ. ഇതാ ഒരു ശബ്ദം കേൾക്കുന്നു. ശ്രദ്ധിക്കൂ. വളരെ വ്യക്തം, ഇത് ആഞ്ജനേയന്റെ ശബ്ദമാണ്. കാര്യം സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആ അലർച്ചയാണ് കേൾക്കുന്നത്. നഹി സംശയം മനസ്സേ, കാര്യം നേടിയിട്ടുള്ള വരവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ വാനരങ്ങൾ സന്തോഷത്തോടി പറയുകയും തുള്ളിച്ചാടുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ കാണായി അദൃശിരസി വാതാത്മജം, ആ പർവ്വതത്തിന്റെ മുകളിൽ, മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിൽ ആഞ്ജനേയൻ നിൽക്കുന്നത് കണ്ടു. അത്ര വേഗത്തിലാണ് ലങ്കയിൽ നിന്നിട്ട് അദ്ദേഹം ആ പർവ്വത ശിരസിൽ എത്തിക്കഴിഞ്ഞത്. അവിടെ നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കപി നിവഹവീരരെ കണ്ടിതു സീതയെ കാകുത്സ്ഥവീരൻ അനുഗ്രഹത്താലഹം. അവരോട് ആദ്യം പറയേണ്ടത് എന്താ? എന്തിനു വേണ്ടിയിട്ടാണോ പോയത് അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആദ്യം പറയേണ്ടത്. അതിനിടയ്ക്ക് കുറേയേറെ സംഭവങ്ങളുണ്ട്, അതിനുശേഷവുമുണ്ട് സംഭവങ്ങൾ. അതല്ല ആദ്യം പറയേണ്ടത്. ഏറ്റവും പ്രധാനം ദേവിയെ കണ്ടു എന്നുള്ളതാണ്. അതാണ് കവി നിവഹവീരരെ കണ്ടിതു സീതയെ. അല്ലയോ വാനരവീരന്മാരെ, ദേവിയെ ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്റെ മികവുകൊണ്ടല്ല, കാകുത്സ്ഥവീരൻ അനുഗ്രഹത്താലഹം, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ദേവിയെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പിന്നെ രാമന്റെ ദൂതനല്ലേ ഞാൻ. രാമന്റെ ബലത്താൽ അതേപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷം ഉദ്യാനവും ദഹിപ്പിച്ചതു. ലങ്ക മുഴുവൻ ഞാൻ ചുട്ടു പൊട്ടിച്ചു കളഞ്ഞു. ഉദ്യാനവും തകർത്തു, അത് മുഴുവൻ കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് വിബുധകുല വൈരിയാകും ദശഗ്രീവനെ വിസ്മയമാന്മാർ കണ്ടു പറഞ്ഞതു. ദേവന്മാരുടെ മുഴുവൻ ശത്രുവായിരിക്കുന്ന
അതിൽ തൻ്റെ കേമത്വം പ്രഖ്യാപിച്ച് നടക്കുന്ന ദശഗ്രീവനെ അയാൾ സഭയിൽ വെച്ച് കണ്ടു. ഈ ലോകത്ത് ആർക്കും ആ സംഭവം അത്ഭുതം ഉളവാക്കും. ആ പ്രകാരത്തിൽ കണ്ട് പറയേണ്ടത് പറഞ്ഞു. അല്ലയോ വാനരവീരന്മാരെ, ഇനി വേണ്ടത് ഝടിതി ദശരഥസുതനോട് ഇക്കഥ ചൊല്ലുവാൻ ജാമ്പവതാദികളെ നടന്നിടുവിൻ. എത്രയും വേഗം രാമനെ അറിയിക്കണം. അതിനാൽ നമുക്ക് വളരെ വേഗത്തിൽ പുറപ്പെടാം. ഇനി ഇതെല്ലാം വൈകിക്കണ്ട. ജാമ്പവൻ തുടങ്ങിയതായ അല്ലയോ വീരന്മാരെ, നിങ്ങളെല്ലാവരും നടക്കുവിൻ. ഇങ്ങനെ ആഞ്ജനേയൻ പറയുന്ന അവസരത്തിൽ അത് പൊഴുത് പവന തനയനെയും അവരാദരിച്ച് ആലിംഗ്യ ഗാഠം ആചുംബ്യ വാലാഞ്ചലം. പിന്നെ ഉത്സവമാണ്. ആഞ്ജനേയനെ എതിരേൽക്കുന്ന ഉത്സവം. അവര് ആർപ്പുവിളി കൊണ്ട് പെരുമ്പറ മുഴക്കി ഇങ്ങനെ കോലാഹലത്തോടു കൂടിയിട്ട് ആ മഹോത്സവം ആഘോഷിക്കുകയാണ്. എന്നിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടി ഓടിയും ചാടിയും ആർപ്പു വിളിച്ചും മരങ്ങളെയെല്ലാം പിഴുതെറിഞ്ഞും അതിനെയെല്ലാം കുലുക്കി ഇളക്കി മറിച്ചും ഇങ്ങനെ പാഞ്ഞ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ലക്ഷ്മണനോടൊപ്പം സുഗ്രീവനോടൊപ്പം വിശ്രമിക്കുന്ന ആ പർവ്വത സമീപത്തേക്ക് പാഞ്ഞു വരികയാണ്. അങ്ങോട്ട് വരുന്ന അവസരത്തിൽ വാനരങ്ങൾ ആഞ്ജനേയനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അതിന് ഭക്ഷണം കഴിക്കണം. നമ്മുടെ രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള മധുവനം ഉണ്ടല്ലോ, ആ മധുവനത്തിൽ കയറി നമുക്ക് പക്വങ്ങളായ ഫലങ്ങളും തേനും ഒക്കെ കഴിച്ചാലെന്താ? ആഞ്ജനേയൻ പറഞ്ഞു, ആയിക്കൊള്ളൂ. അത് അംഗദന്റെ അനുവാദത്തോടു കൂടിയിട്ട് അവരെല്ലാം കൂടി അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ആ മധുവനത്തിനുള്ളിലേക്ക് കയറി തേൻ അങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങി, പഴങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. ഒന്നാമത് സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. ഇതിൽ പരം ഒരു സന്തോഷം, ഒരു ഭാഗ്യം വേറെ വരാനില്ല. സ്വാമിയുടെ കാര്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു, സ്വന്തം രാജാവിന്റെ കാര്യവും നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പരം ഒരു ഭാഗ്യം എന്തുണ്ട്? അങ്ങനെയുള്ള ആ സന്തോഷവും പിന്നെ നല്ല വിശപ്പുമുണ്ട്. ഇതെല്ലാം കൂടിയായി തീരുമ്പോഴേക്കും പിന്നെ ആ തേനിന് മാധുര്യം കൂടും, പഴങ്ങൾക്ക് മാധുര്യം കൂടും. ആ ഒരു ഉത്സവാഘോഷത്തോടുകൂടി എല്ലാം ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ്റേതാണ് ആ മധുവനം. സുഗ്രീവൻ തൻ്റെ അമ്മാവനെ ദധിമുഖനെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹവും വളരെയേറെ വാനരങ്ങളും ആണ് അതിനെ രക്ഷിക്കുന്നത്. അവർ വന്ന് തടഞ്ഞു. അവർ തടഞ്ഞാൽ ഈ വാനരങ്ങൾ നിൽക്കുമോ? അവരെന്ത് ചെയ്തു വെച്ചാൽ ദധിമുഖനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം തല്ലി അവിടെ നിന്നിട്ട് ഓടിച്ചു വിട്ടു. ദധിമുഖൻ അവിടുന്ന് ഓടി നേരെ സുഗ്രീവന്റെ അടുത്ത് ചെന്നു, രാമന്റെ മുന്നിൽ. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്താ അദ്ദേഹം അറിയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തവ മധുവനത്തിന് ഭംഗം വരുത്തിയാർ തരേനാദികളായ കപിബലം. അല്ലേ മഹാരാജാവേ, അങ്ങയുടെ പ്രിയപ്പെട്ടതായ മധുവനമുണ്ടല്ലോ, അതിനെ താരയുടെ പുത്രനായിരിക്കുന്ന അംഗദൻ തുടങ്ങിയ വാനരന്മാരുടെ സൈന്യം മുഴുവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ആ അവസരത്തിൽ അവരെ തടഞ്ഞു, പക്ഷെ ഞങ്ങളെല്ലാം തല്ലി ഓടിച്ചു. അത് അങ്ങയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റു മാർഗങ്ങളില്ലാതെ ഞങ്ങൾ ഓടി വന്നത്. ഇങ്ങനെ തൻ്റെ അമ്മാവൻ ദധിമുഖൻ പറഞ്ഞപ്പോഴേക്കും സുഗ്രീവൻ ഉടനെ തന്നെ രാമനോട് പറഞ്ഞു, വർദ്ധിച്ച സന്തോഷ സുഗ്രീവനുണ്ടായത്. സുഗ്രീവന് കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് വാനരങ്ങൾ അങ്ങോട്ട് കടന്നത് എന്ന്. വലിയ സന്തോഷമുണ്ടായി. സന്തോഷിച്ചിട്ട് രാമനോട് പറഞ്ഞു, പവനതനയാദികൾ കാര്യവും സാധിച്ച് പാരം തെളിഞ്ഞു വരുന്നത് നിർണയം. ഹനുമാനും അതേപോലെ മറ്റു വാനരങ്ങളെല്ലാം നേടേണ്ട കാര്യമെല്ലാം നേടിക്കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടുകൂടി മടങ്ങി വരികയാണ്. അതിൻ്റെ സൂചനയാണ് മധുവനത്തിനുള്ളിലേക്ക് അവർ കടന്നത്. അങ്ങനെ കാര്യം നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മധുവനം അതല്ല എന്നാകിൽ എന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലാരുമേ. കാര്യം നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അനുവാദം ഇല്ലാതെ കണ്ട് അവരാരും തന്നെ അങ്ങോട്ട് നോക്കുക പോലുമില്ല.
ഇപ്പോൾ വളരെ വ്യക്തം അവർ കാര്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അമ്മാവനോട് പറഞ്ഞു, ദതിമുഖനോട് പറഞ്ഞു, അങ്ങ് ഒരിക്കലും വ്യസനിക്കണ്ട, അവരക്രമം കാണിച്ചു എന്നൊന്നും കരുതണ്ട. അവർ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് വലിയ സേവനം ചെയ്ത് സന്തോഷത്തോടെ വരുന്നതാണ്. അവർക്ക് അർഹതപ്പെട്ടതാണ് ആ തേനും ആ പഴങ്ങളും എല്ലാം. അവരത് കഴിക്കട്ടെ. അങ്ങ് ഉടനെ ചെന്നിട്ട് അവരോട് എത്രയും വേഗം ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ടിങ്ങ് വരാൻ പറയണം. എത്രയും വേഗം എത്തണം. അത് മാത്രം ചെയ്താൽ മതി. അങ്ങനെ അമ്മാവനെ സമാധാനിപ്പിച്ചിട്ട് സുഗ്രീവൻ അങ്ങോട്ടയച്ചു. ആഞ്ജനേയൻ ആരെയാണ് കണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ബ്രഹ്മവിദ്യയാണ് കണ്ടത്. ബ്രഹ്മവിദ്യയെ കണ്ടുകഴിഞ്ഞാൽ അത് ആ അവസ്ഥ കൈവരിച്ച സാധകന് ആനന്ദത്തിന്റെ പരിധിയില്ലാത്ത അനുഭവം ഉണ്ടാകും. 70,000 നാഡിഞരമ്പുകളുണ്ട് ശരീരത്തിൽ. ആ 70,000 നാഡിഞരമ്പുകളിൽ കൂടി ആനന്ദത്തിന്റെ അമൃതപ്രവാഹം ഉണ്ടാകും. എവിടെ നിന്ന്? അങ്ങ് സഹസ്രാരത്തിൽ നിന്ന്. അധ്യാത്മസാധനയുടെ ബന്ധാവ് ഏതു തന്നെയായാലും, ഭക്തിയായാലും ജ്ഞാനമായാലും കർമ്മമായാലും രാജയോഗമായാലും ഇതിന്റെ ഉൾപിരിവുകൾ ഏതു തന്നെയായിരുന്നാലും സാധകനിൽ സംഭവിക്കുന്ന കാര്യം ഒന്ന് തന്നെ. കുണ്ടലിനി ഉണർന്ന് 6 ആധാരചക്രങ്ങളും കടന്ന് അങ്ങ് സഹസ്രാരത്തില് ബ്രഹ്മരന്ധ്രത്തോളം എത്തും. അപ്പോഴാണ് ബ്രഹ്മവിദ്യയെ കാണുന്നത്. ആ അവസരത്തില് അവിടെ നിന്ന് 70,000 നാഡിഞരമ്പുകളുണ്ട് സൂക്ഷ്മമണ്ഡലത്തിൽ. അതിൽ കൂടി ശരീരമെമ്പാടും ആനന്ദത്തിന്റെ അമൃതപ്രവാഹം ഉണ്ടാകും. അതാണ് മധുവന ഭഞ്ജന. തേനിന്റെ വനമാണത്. മാധുര്യം 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 മാത്രം. അതാണ് ആനന്ദം. ആ ആനന്ദത്തിന്റെ അമൃതപ്രവാഹം എല്ലായിടവും അനുഭവപ്പെടുന്നു. മുഴുവൻ വാനരങ്ങളും ആനന്ദിക്കുന്നു. അവര് നേടേണ്ടത് നേടിക്കഴിഞ്ഞു. ബ്രഹ്മവിദ്യയെ കണ്ടുകഴിഞ്ഞിരിക്കുന്നു. സീതാദേവിയെ കണ്ടുകഴിഞ്ഞിരിക്കുന്നു. അതാണ് സുഗ്രീവൻ പറഞ്ഞത്. നോക്കിക്കോണം, ലൗകികമായ അർത്ഥമുണ്ട്. അവർ ദേവിയെ കണ്ടു. അതുകൊണ്ടാണ് എൻ്റെ അനുവാദം കൂടാതെ തന്നെ അവരവിടെ പ്രവേശിച്ചത്. അവർക്ക് കയറാനുള്ള അധികാരമുണ്ട് രാമകാര്യം നേടിയിട്ട് വരുമ്പോൾ. അത് ലൗകികമായ അർത്ഥമുണ്ടല്ലോ. അതിനപ്പുറത്തോ അത് അലൗകിക മണ്ഡലങ്ങൾ പലതുണ്ട്. ആ ഓരോ മണ്ഡലത്തിനും യോജിക്കുന്നതായ അർത്ഥമുണ്ട്. പരമമായിട്ട് ബ്രഹ്മവിദ്യയെ ദർശിച്ചു കഴിഞ്ഞാൽ സാധകന് ഉണ്ടാകുന്ന ആനന്ദ അനുഭവം, നാഡിഞരമ്പുകളിലൂടെയുള്ള ആനന്ദത്തിന്റെ അമൃതപ്രവാഹം. ഉടനെ തന്നെ ദതിമുഖൻ അവരുടെ സമീപത്ത് ചെന്നു. അവരെ അറിയിച്ചു. അവരെല്ലാവരും കൂടി വളരെ വേഗത്തിൽ തിടുക്കപ്പെട്ട് രാമന്റെ സമീപത്തേക്ക് വരികയാണ്. രാമനെ ഇക്കാര്യം അറിയിക്കാൻ രാമന്റെ സമീപത്തേക്ക് അവർ എത്തി. എങ്ങനെ? ആഞ്ജനേയനെ മുൻനിർത്തി. അദ്ദേഹമാണല്ലോ സമുദ്രം ചാടിക്കടന്ന് ദേവിയെ കണ്ടത്. അദ്ദേഹത്തെ മുൻനിർത്തിയിട്ട് എല്ലാ വാനരങ്ങളും കൂടി, ആ വലിയ വാനര സൈന്യം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ മുന്നിൽ വന്ന് വന്ദിച്ചു. വന്ദിച്ചിട്ട് ആഞ്ജനേയൻ രാമനോട് പറയാണ്, കനിവിനോട് കണ്ടേനഹം ദേവിയെത്തത്ര കർപ്പൂരേന്ദ്രാലേ സങ്കടമെന്നിയേ. ആദ്യം പറയേണ്ടത് അതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ദേവിയെ കണ്ടു, അതാണ് പറയേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. കനിവിനോട് കണ്ടേനഹം, ഞാൻ കണ്ടുകഴിഞ്ഞിരിക്കുന്നു. ദേവിയെ, സീതാദേവിയെ കണ്ടുകഴിഞ്ഞിരിക്കുന്നു. കണ്ടേൻ എന്ന് പറഞ്ഞിട്ടാണ് ദേവിയെ എന്ന് പോലും പറയണേ. കണ്ടേൻ എന്നുള്ളതിനാണ് പ്രാധാന്യം. ആനന്ദത്തോടുകൂടി കണ്ടു. അതാണ് കനിവിനോട്. ആനന്ദത്തോടുകൂടിയിട്ട് കണ്ടേൻ, കണ്ടു. ആരെ? ദേവിയെ. എവിടെ? തത്ര കർപ്പൂരേന്ദ്രാലയെ, ആ രാക്ഷസരാജാവിന്റെ ആ നഗരത്തില് കണ്ടു. കർപ്പൂരേന്ദ്രാലയെ സങ്കടമെന്നിയെ കുശലവുമുടൻ വിചാരിച്ചിത് താവകം കൂടെ സുമിത്രാതനയനും സാദരം. പിന്നെ ദേവിയും ആഞ്ജനേയനും തമ്മിൽ നടന്നതായ സംഭാഷണത്തിന്റെ
ആ വിവരങ്ങളെല്ലാം രാമനെ കേൾപ്പിക്കുകയാണ്. സീതാദേവി എവിടെ ഇരിക്കുന്നു? ശിഥിലതര ചിഗുരമോട് തലമുടിക്കെട്ട് ആകെ അഴിഞ്ഞ് അശോകവനികയിൽ, ആ അശോകവനത്തില് ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ. ശിംശപാമൂലദേശേ, ശിംശപയുടെ ചുവട്ടില്, ശിംശപാവൃക്ഷത്തിന്റെ ചുവട്ടില് സീതാദേവി വസിക്കുകയാണ്. എങ്ങനെ? അനശനമോട്, ഭക്ഷണമൊന്നും കഴിക്കാതെ, അതികൃശ ശരീരയായി, ശരീരമാകെ മെലിഞ്ഞ്. പിന്നെയോ ആശരനാരി പരിവൃതയായി ശുച, അന്വഹം എല്ലാ ദിവസവും തെല്ലും ഭക്ഷണം കഴിക്കാതെ ശരീരമാകെ മെലിഞ്ഞ്, അതേപോലെ തന്നെ ആശരനാരിമാരാൽ, രാക്ഷസ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവളായിട്ട്, വളരെയേറെ ദുഃഖിതയായിട്ട്, അല്ലയോ ഭഗവാനെ, സദാ രാമരാമേതി മന്ത്രവും, ശ്രീരാമ 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 എന്നിങ്ങനെയുള്ളതായ മന്ത്രം മുഹുരവി ജപിച്ച് ജപിച്ച് വിലാപിച്ച്, വീണ്ടും 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 ജപിച്ച് ജപിച്ച് കരഞ്ഞ്, ഇങ്ങനെ സീതാദേവി അവിടെ മേവുന്നു. ആ ദേവി ഞാൻ കണ്ടു. പിന്നെ ദേവിക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ട് അടയാളവാക്യം കേൾപ്പിച്ചതും, അതേപോലെ തന്നെ മുദ്രമോതിരം ദേവിയുടെ കരങ്ങളിൽ സമർപ്പിച്ചതും, ആ അടയാളവാക്യം ദേവി വളരെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി കേട്ടതും, ആ മുദ്രമോതിരം വാങ്ങി അതിനെ തൻ്റെ ശിരസ്സിൽ കണ്ണുകളിൽ ഒക്കെ വച്ച് ആദരിച്ചതും, തുടർന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭു എത്രയും വേഗം സമുദ്രം കടന്ന് ലങ്കയിലെത്തണം എന്ന് ദേവി രാമനോട് ഇങ്ങനെ പ്രത്യേകം പറയണമെന്നെല്ലാം ദേവി അറിയിച്ചതും, ദേവിയെ കണ്ടു എന്ന് അങ്ങയ്ക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ട് അടയാളം തരണമെന്ന് താൻ ദേവിയോട് പ്രാർത്ഥിച്ചതും, ആ അവസരത്തിൽ ദേവി എനിക്ക് ദേവിയുടെ ശിരസിൽ ധരിച്ചിരിക്കുന്നതായ ആ ചൂടാരത്നം എൻ്റെ കരങ്ങളിലേക്ക് നൽകിയതും, അതും അവനിസുതയോട് അഹം ഇങ്ങനെ ചൊന്നളവ് ആശു ചൂടാരത്നം ആദരാൽ നൽകിനാൾ. ആദരവോടുകൂടി വളരെ വേഗത്തിൽ ആ ചൂടാരത്നത്തെ ദേവി എൻ്റെ കയ്യിൽ നൽകി. ആ ചൂടാരത്നം ഭഗവാനെ ഇതാ അങ്ങയ്ക്ക് സമർപ്പിക്കുകയാണ്, ഭഗവാന് രാമന് സമർപ്പിക്കുന്നു. എന്നിട്ട് ദേവി കാകവൃത്താന്തം പറഞ്ഞു അടയാളവാക്യം. ആ കാകവൃത്താന്തവും ആഞ്ജനേയൻ രാമനെ കേൾപ്പിക്കുന്നു. ആഞ്ജനേയന്റെ ജീവിതത്തിലെ, വാനരങ്ങളുടെ ജീവിതത്തിലെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ അത്യന്തം അസുലഭമായിരിക്കുന്ന, പവിത്രമായിരിക്കുന്നതായ സന്ദർഭം, ഏതൊരു സാധകന്റെയും ജീവിതത്തിൽ ആ സാധനാപദ്ധതി അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോഴേക്കും ഉണ്ടാകുന്ന ദിവ്യമായ അനുഭവമണ്ഡലമാണിത്.